ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പയർ എരിശ്ശേരിയാണ്. ആ ചോറും മത്തങ്ങ എരിശ്ശേരിയും ഉള്ളി മുളകും കൂടി ചതച്ച് വറുത്തെടുത്ത ഉണക്ക മീനും കൂട്ടി തിന്നാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വൻപയറാണ്. അത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. അതിലേക്ക് ഇനി ഒരു കഷ്ണം നമുക്ക് മത്തങ്ങ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഉള്ളി ആവശ്യമുണ്ട്. ഒരു 5-6 ഉള്ളിയും ഒരു 4-5 പച്ചമുളകും എടുത്ത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുക കേട്ടോ. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വിസിലടുപ്പിക്കാനുള്ളതാണ്. അതിലേക്ക് തന്നെ നമുക്ക് മത്തങ്ങ ഈ ഒരു ഷേപ്പിലൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊരു 3-4 വിസിൽ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകി എടുത്തതിലേക്ക് ഒരു ലേശം ജീരകവും 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാവേ. ഇനി നമ്മളിപ്പോൾ താളിക്കാനുള്ള കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് ചെറു ഉള്ളി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേപ്പില എടുത്ത് വെച്ചേക്കുന്നത് അതുകൂടിയിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വറ്റൽമുളക് കൂടി ആവശ്യമുണ്ട്. അതൊരു 3 എണ്ണം കൂടി എടുത്തിട്ട് ഒന്ന് കീറി ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വെന്ത് വന്ന നമ്മുടെ വൻപയറും മത്തങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് കൂടി ഒഴിച്ച് ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അതിനെ അവിടെ ഇരുന്നൊന്ന് കുറച്ചൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ താളിച്ച് വെച്ചതിനകത്ത് കുറച്ചുകൂടി തേങ്ങ കൂടി ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം അതിലേക്ക് തന്നെ. അത് നമ്മൾ ഒന്ന് നല്ല രീതിക്കൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റാം കേട്ടോ. അത് കരിഞ്ഞു പോകാതെ നോക്കണേ. ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റിയ കുക്കറിലേക്ക് നമ്മൾ ഈ താളിച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയും ഇതും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ മത്തങ്ങാപ്പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.